പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ഇന്ന് ഉയർപ്പ് ഞായറാഴ്ചയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണം വിട്ട് ഖബറിൽ നിന്ന് ജീവനിലേക്ക് പുനരുദ്ധാനം ചെയ്ത ഉയർപ്പ് പെരുന്നാളിൻ്റെ സുദിനമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: അവൻ ഉയർത്തെഴുന്നേറ്റു. ഹീ ഈസ് റിസൺ. ഹീ ഈസ് റിസൺ. ജീസസ് ഈസ് റിസൺ. ക്രൈസ്റ്റ് ഈസ് റിസൺ. ഇത് ആദ്യകാല സഭയുടെ ഒരു വലിയ പ്രഖ്യാപനമായിരുന്നു. വളരെ സന്തോഷത്തോടുകൂടെ ക്രിസ്ത്യാനികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ക്രൈസ്റ്റ് ഈസ് റിസൺ എന്ന് പറയും. അതിനു പ്രത്യുത്തരമായി ഹീ ഈസ് റിസൺ ഇൻഡീഡ്. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രതിവാക്യമായി ചൊല്ലും. നമുക്കത് ഇന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യഭിവാദ്യമായി നമുക്ക് പറയുന്നത് സന്തോഷമാണ്. ക്രൈസ്റ്റ് ഈസ് റിസൺ. ഹീ ഈസ് റിസൺ ഇൻഡീഡ്. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ഖബറിങ്കിലേക്ക് പോയിരുന്ന മഗ്ദലക്കാരി മറിയയും കൂട്ടുകാരും കേട്ട ഒരു സ്വർഗീയ ശബ്ദമാണ്. ഹീ ഈസ് റിസൺ. മഗ്ദലക്കാരി മറിയയും കൂട്ടുകാരും കൂടെ യേശു ക്രിസ്തുവിൻ്റെ കല്ലറ സന്ദർശിച്ചു. വെള്ളിയാഴ്ച അവരെ ക്രൂശിലേറ്റി സംസ്കരിച്ചു. ശനിയാഴ്ച ശാബത്തായതുകൊണ്ട് സ്വസ്ഥമായിരുന്നു. ഞായറാഴ്ച പുലർച്ചെ സുഗന്ധവർഗ്ഗങ്ങളെല്ലാം ഒരുക്കി കർത്താവിൻ്റെ ഖബർ സന്ദർശിക്കുന്നതിന്, കല്ലറ സന്ദർശിക്കുന്നതിനായി അവർ പുറപ്പെട്ടു. കല്ലറയുടെ വാതിൽക്കൽ ഒരു വലിയ കല്ല് ഉരുട്ടി വച്ചിരുന്നു. ഈ കല്ല് ആര് നമുക്ക് വേണ്ടി മാറ്റിത്തരും? സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോഴോ ആരോ ആ വലിയ കല്ല് ഉരുട്ടി മാറ്റിക്കളഞ്ഞിരിക്കുന്നു. അവർ പരിഭ്രമിച്ചു പോയി. അവർ കല്ലറയ്ക്കുള്ളിലേക്ക് കയറി ചെന്നു. കണ്ടതെന്തെന്നോ, കല്ലറയുടെ വലത്തുഭാഗത്തായി ഒരാൾ ഇരിക്കുന്നു. അവർ ഭ്രമിച്ചുപോയി. അപ്പോൾ അവിടെ ഇരുന്ന ആ ആൾ ഉറക്കെ പറയുകയാ: ഭ്രമിക്കണ്ട, ഫിയർ നോട്ട്, ഹീ ഈസ് റിസൺ. ഭ്രമിക്കണ്ട, അവൻ ഉയർത്തെഴുന്നേറ്റു. ഈയൊരു ഉയർപ്പിൻ്റെ വലിയ പ്രഖ്യാപനം ഇന്ന് ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം നമുക്ക് വിഴുങ്ങിക്കേൾക്കാനാവും. യേശുക്രിസ്തുവിൻ്റെ ഖബറടക്ക ശുശ്രൂഷ ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞു. ഉയർപ്പ് ഞായറാഴ്ചയുടെ പ്രത്യേകമായ ശുശ്രൂഷ. ആ സന്ദർഭത്തിൽ ഉയർപ്പിച്ച ക്രൂശെടുത്ത് ആചാര്യൻ മദ്ബഹായുടെ നടുവിൽ നിന്നുകൊണ്ട് ജനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഉറക്കം പറയുന്നുണ്ട്: അവൻ ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ജനമെല്ലാം കൂടെ പ്രത്യഭിവാദ്യമായി ഉറക്കം പറയും: സത്യമായും അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഇത് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ആദിമസഭയുടെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനവും കൂടെയായിരുന്നു. ഒന്നാമത് ഇതൊരു അഭിവാദ്യമായിരുന്നു. രണ്ടാമത് ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും കൂടെയായിരുന്നു.
മൂന്നാമത് ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടിന് അടിത്തറയിടുകയാണ്. സാധാരണയായി മരണം ജീവിതത്തിൻ്റെ അവസാനമാണ്, ഒരു ഫുൾ സ്റ്റോപ്പാണ്, പൂർണ്ണ വിരാമമാണ്. പക്ഷേ അത് തിരുത്തി കുറിക്കുകയാണ്. മരണത്തെ സംബന്ധിച്ച് ഈ ലോക ജീവിതത്തിൽ നിന്ന് വേറൊരു പുതിയ ജീവൻ്റെ തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് മരണത്തിലൂടെ എന്നുള്ള ഒരു വലിയ വിശ്വാസം നമ്മൾ കർത്താവിൻ്റെ പുനരുത്ഥാന പെരുന്നാളിലൂടെ നമ്മൾ ഉറക്കെ പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ ദർശനം, എ ന്യൂ വിഷൻ ഓഫ് ലൈഫ്, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് that we receive through the resurrection of our Lord Jesus. യേശുക്രിസ്തുവിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുകയാണ്. ഒരവസ്ഥയിൽ നിന്ന് പുതിയൊരവസ്ഥയിലേക്കുള്ള മാറ്റമാണ്, ഉൾപ്രവേശമാണ് കർത്താവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നാം കാണുക. അത് ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു പുതിയ കാഴ്ചപ്പാടാണെന്ന് ഒരിക്കൽ കൂടെ പറയാം. ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള മാറ്റമാണ്, മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള അവസ്ഥാഭേദമാണ്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കുള്ള മാറ്റമാണ്, ഇല്ലായ്മയിൽ നിന്ന് ഉണ്മയിലേക്കുള്ള ഒരു പുതിയ കാൽവയ്പാട്, ഒരു പുതിയ നീക്കമാണ്. ഇങ്ങനെയെല്ലാം കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. ജീവിതത്തിൻ്റെ ഒരു തലത്തിൽ നിന്ന് ഏറെ സമൃദ്ധമായ, ഏറെ നിറവാർന്ന, ഏറെ പ്രകാശപൂർണമായ, ഏറെ പ്രത്യാശ നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയിലേക്കുള്ള പ്രവേശനമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. മരണം നമുക്കെപ്പോഴും ഭയപ്പാടോടെയാണ് കാണാൻ സാധിക്കുക. ഇതിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നമുക്ക് തരുന്ന വലിയ പാഠം ഒരു വിശ്വാസി, ഒരു ഭക്തൻ അങ്ങനെ കാണണ്ട. കാരണം എന്താ? മരണം ജീവനിലേക്കുള്ള ഒരു ഉൾപ്രവേശനത്തിൻ്റെ ഒരു അവസ്ഥയായി, ഒരു പ്രത്യേക തലമായി മാത്രം നാം കണ്ടാൽ മതി. ഒരു നിമിത്തമായി മാത്രം അതിനെ വീക്ഷിച്ചാൽ മതി. From the life here in the world, we enter into a much more greater life hereafter, greater life in heaven എന്നുള്ള ഒരു വലിയ ജീവിത സന്ദേശം നമുക്ക് ലഭിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു പുതിയ ഉൾക്കാഴ്ച കർത്താവിൻ്റെ പുനരുത്ഥാനം എക്കാലവും നമുക്ക് തരുന്നുണ്ട്. ഈ ലോക ജീവിതം നാം വിട്ടുകഴിയുമ്പോൾ ഏറെ സമൃദ്ധമായ, സമ്പന്നമായ, നിറവാർന്ന, പ്രത്യാശപൂർണമായ, പ്രകാശപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം തരുന്ന ഒരു വലിയ പാഠമാണ്, ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം കേൾക്കുകയും രുചിച്ചറിയുകയും മറ്റുള്ളവർക്ക് അത്
അഭിവാദ്യങ്ങളിലൂടെ നമ്മൾ പരസ്പരം പങ്കിടുകയും ചെയ്യുന്നത്. ഉയർപ്പ് പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.